പട്ടാന്തരം അടിസ്ഥാന പാഠാവലിയിലെ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ പോയിന്റ് വൈസായി പഠിക്കാം. പഠന പ്രവർത്തനം 2. ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നതിന്റെ യുക്തി എന്ത്? പോയിന്റ് 1. പുത്തൻ അറിവുകൾ ഉപയോഗിച്ച് കേരള സമൂഹത്തെയും ഭാഷയെയും പുരോഗതിയുടെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഉദ്ബോധിപ്പിക്കുന്ന ലേഖനമാണ് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. പോയിന്റ് 2. ഉയർന്ന സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല തുടങ്ങിയവയെല്ലാം കേരളത്തിലുണ്ട്. ഒരു സമൂഹത്തെ വിജ്ഞാന സമൂഹമായി മാറ്റുന്ന ഭൗതിക സാഹചര്യങ്ങളാണിവ. പോയിന്റ് 3. ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റാൻ അധികാരികൾക്ക് കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും വേണം. പോയിന്റ് 4. വിവരസാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനും സഹായിച്ചിട്ടുണ്ട്. പോയിന്റ് 5. അറിവിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹം മുമ്പില്ലാത്ത വേഗതയിലും വ്യാപ്തിയിലുമാണ് വളരുന്നത്. പോയിന്റ് 6. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ജീനോമിക്സ് തുടങ്ങിയ പുതിയ വിജ്ഞാന ശാഖകൾ സമൂഹത്തെയും ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ്. പോയിന്റ് 7. തനത് അറിവുകളും പുതിയ അറിവുകളും കൂട്ടിച്ചേർത്ത് നമ്മുടെ നാടിന്റെ മൊത്തത്തിലുള്ള പുരോഗതി സാധ്യമാക്കണം. പോയിന്റ് 8. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളിൽ പ്രചോദിതമാകുന്നതും സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം. പോയിന്റ് 9. അറിവിന്റെ ഉൽപ്പാദനത്തിനാണ് ഇന്നത്തെ കാലത്ത് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കാം. പോയിന്റ് 10. ഉണ്ടാകുന്ന അറിവുകളെ ഉപയോഗിച്ച് ജനജീവിതത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പുതിയ അറിവുകളാൽ നാടിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയുന്ന സമൂഹമാണ് വൈജ്ഞാനിക സമൂഹം.